നമസ്കാരം. 10 രൂപയുടെ 4 നോട്ട്, അതായത് 40 രൂപ സ്പെൻഡ് ചെയ്ത് എങ്ങനെ നമുക്ക് 10 ലക്ഷം രൂപ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്, 2 ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടക്കം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് ക്ലിക്ക് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അറിയപ്പെടുന്ന കുറച്ച് ബിസിനസ്സുകാരുടെ പേര് നിങ്ങളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 4, 5, 10 പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു പേരാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. അതായത് ബോച്ചെ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജ്വല്ലറി ബിസിനസ്സിലൂടെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുമെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നാലും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവിലൂടെ നമുക്ക് 40 രൂപ സ്പെൻഡ് ചെയ്ത് 10 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി, എന്താണ് കോൺസെപ്റ്റ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് വെബ്സൈറ്റിലൂടെ പോയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ വെബ്സൈറ്റിലേക്ക് ഞാൻ എന്തായാലും പോകുന്നുണ്ട്. അത് നമുക്ക് മുഴുവനായിട്ടൊന്ന് നിങ്ങൾ കാണുക. ഇദ്ദേഹം ഈ ഇടയ്ക്ക് ബോച്ചെ 1000 ഏക്കർ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലെ മേപ്പാടിയിൽ ഒരു 1000 ഏക്കർ ലാൻഡ് വാങ്ങിക്കേണ്ടത്, 1000 ഏക്കർ തേയിലത്തോട്ടം. അപ്പോൾ തേയില ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓൺ ബ്രാൻഡിൽ ആ തേയില ഇറക്കുക എന്നുള്ളൊരു പ്ലാനാണ്. എന്ത് സാധനത്തെക്കുറിച്ച് ചിന്തിച്ചാലും അതിനകത്ത് ഒരു ബോച്ചെ ബ്രാൻഡ് പ്ലാൻ ചെയ്യുന്ന ഒരേ ഒരു ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ. എന്ത് കാര്യമാണെങ്കിലും ഈ ഇടയ്ക്ക് എവിടെയോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയോ ഷോർട്സ് കണ്ട സമയത്ത് അതിനകത്തൊരു ഗ്യാസ് സ്റ്റൗ ഉണ്ടായിരുന്നു. ആ ഗ്യാസ് സ്റ്റൗവിൽ ബോച്ചെ എന്നുള്ളൊരു ബ്രാൻഡൊക്കെ വെച്ചിട്ട് ഞാൻ എവിടെയോ കണ്ടോ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്ത് ബ്രാൻഡിലും അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ബാംഗ്ലൂരിൽ അദ്ദേഹം ഒരു പബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂരിലോ കൊച്ചിയിലോ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ. ഒരു ടോഡി ഷോപ്പ് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. ബിസിനസ്സുകാർക്കിടയിലും നല്ല കാര്യമാണ്. സാധാരണക്കാർക്കിടയിലും അദ്ദേഹം നല്ല രീതിയിലുള്ള സന്തോഷവും മോട്ടിവേഷനും ഒരു പവറും എനർജിയും ഹാപ്പിനെസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, സോഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുകയുണ്ട്. നമുക്ക് എന്തായാലും ഈ 40 രൂപയ്ക്ക് എങ്ങനെ 10 ലക്ഷം ഒപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോച്ചെ ടീ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ്. ഇതാണ് ഈ കാണുന്നതാണ് ആ 1000 ഏക്കർ. 1000 ഏക്കറിൽ ഒരുപാട് തേയിലത്തോട്ടമുണ്ട്. അവിടെ ജനിച്ചിട്ടുള്ള പുതിയൊരു ബ്രാൻഡാണ് ബോച്ചെ ടീ. ചായയാണ്, അടിപൊളി ചായയാണെന്നാണ് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുന്നത്. ഇതുവരെ ചായ വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ അടുത്ത ദിവസം വാങ്ങിച്ചിട്ട് നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിവേ, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരുപാട് പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഇതാണ് ചായപ്പൊടി ഉണ്ടല്ലേ, ഇതുപോലെ ബോച്ചയുടെ ചായ കാര്യങ്ങൾ കാണാൻ പറ്റും. വീഡിയോ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ പേര് ഇവിടെ കാണാൻ പറ്റും. ബോച്ചെ ഭൂമിപുത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരുടെ ഇൻഫോർമേഷൻ പേജുകളൊക്കെയാണ് കാണുന്നത് ഒരുപാട്. സോ ഇവരുടെ ചായ ഓൺലൈനിലൂടെ വാങ്ങിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. ക്ലിക്ക് ചെയ്യുക ടു ബൈ ടീ. ചായ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു കോൺടെസ്റ്റ് ആണ്. ഈ ഒരു കോൺടെസ്റ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ 10 ലാക്ക് ഇടുന്നത് ഡെയിലി 10 ലക്ഷം രൂപ ഉണ്ട്. അതുകൂടാതെ എത്രയോ ആയിരക്കണക്കിന് പേർക്ക് ഡെയിലി സമ്മാനം, മറ്റുള്ള ക്യാഷ് റിവാർഡുകൾ 100 രൂപ, 500 രൂപ, 1000 രൂപയൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് പ്രൊഡക്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. പ്രൊഡക്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അല്പം ലോഡിംഗ് ആണ്, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ലോഡായി വരുന്നുണ്ട്. ഒരു ചായക്ക് 100 ഗ്രാമിൻ്റെ ഒരു ചായ ഒരു കിറ്റിന് അതിൻ്റെ റേറ്റ് വരുന്നത്, ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. നമുക്കിത് 2 മേടിക്കാം, 3 മേടിക്കാം, 4 മേടിക്കാം, എത്ര വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇവിടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റ്, നമുക്ക് ഒരു കൂപ്പൺ കൂടി ഇതിൻ്റെ കൂടെ കിട്ടും, ഒരു വൗച്ചർ. ആ വൗച്ചർ ഡെയിലി ഡ്രോ ഉണ്ട്. ആ ഡ്രോ നമുക്ക് സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ബോച്ചയുടെ സ്റ്റോറുകളെ കുറിച്ച് അപ്ഡേറ്റ് കിട്ടും. സ്റ്റോറുകൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കാഞ്ഞങ്ങാട് അവരുടെ സ്വന്തമായിട്ടൊരു ജ്വല്ലറി ഷോപ്പ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നു, ഐ തിങ്ക്, അറിയില്ല. ദെൻ അതുപോലെ ബോച്ചയുടെ ഈ പറഞ്ഞ സ്റ്റോർ നമുക്ക് വേണമെങ്കിൽ ബോച്ചെ ടീയുടെ ഫ്രാഞ്ചൈസി വേണം നമ്മുടെ നാടുകളിൽ നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. ഈ പേജിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. തമിഴ്നാട്, കേരള, അവിടുത്തെ മെയിൽ ID ആണ് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ട്സ് @ബോച്ചെ ഭൂമിപുത്ര.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു ഡൊമൈൻ ഉണ്ട്. ഈ ഡൊമൈനിലേക്കാണ് നമുക്ക് മെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. കേരള ആൻഡ് തമിഴ്നാട് 2 സെഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ കോൾ ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പർ ഇവിടെ കാണാം, 9961000808. ഇപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് സൈൻ അപ്പ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. 9388939394 ഇതെൻ്റെ അക്കൗണ്ടാണ് കേട്ടോ. സൈൻ അപ്പ് എന്ന് പറഞ്ഞാൽ താഴെ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിത് പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. എനിക്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട
ഒരു 100 രൂപ വന്നിട്ടുണ്ട്. ഇതെനിക്ക് സമ്മാനം അടിച്ചതാണ്. ഞാൻ 4 ടിക്കറ്റാണ് പർച്ചേസ് ചെയ്തത്. 4 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 4 പാക്കറ്റ് ചായ വാങ്ങിച്ച്. 4 പാക്കറ്റ് ചായ വാങ്ങിച്ചതിൽ 4 വൗച്ചർ കിട്ടി. ആ വൗച്ചറിൽ ഒരു ടിക്കറ്റ് എനിക്ക് സമ്മാനം അടിച്ചു. ഈ സമ്മാനം അടിച്ചതാണ് 100 രൂപ എനിക്ക് ഗിഫ്റ്റ് അടിച്ചത്. 100 രൂപയാണ് ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? ഈ ടിക്കറ്റിനാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. കേട്ടോ, ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇതാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും അടിച്ചിട്ടില്ല. ചിലപ്പോൾ 10 ലക്ഷം രൂപ നമുക്ക് അടിക്കാം. അപ്പോൾ ഒരു ചായപ്പൊടി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 10 ലക്ഷം, എല്ലാ ദിവസവും 10 ലക്ഷം കിട്ടുന്നവൻ്റെ ഡീറ്റെയിൽ ബോച്ചയുടെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റും. ആ 100 രൂപയുടെ ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും വിന്നിങ്. കണ്ടോ, വിൻ ചെയ്തിട്ടുണ്ട്. 100 രൂപ എൻ്റെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഇതാ 40 രൂപയ്ക്ക് ചായ വാങ്ങിച്ച്. ഇത് എൻട്രിയാണ്. ഓൺലൈൻ ഡെപ്പോസിറ്റ് 40 രൂപ ഓൺലൈൻ ഡെപ്പോസിറ്റ് ചെയ്തു. 2 എൻട്രി എടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്ത് 2 എൻട്രി എടുത്ത്. അപ്പോൾ 4 ടിക്കറ്റ് ഞാൻ വാങ്ങിച്ചു. 4 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 4 ചായപ്പൊടി വാങ്ങിച്ചു. എനിക്ക് നഷ്ടമില്ല. 4 പാക്കറ്റ് ചായപ്പൊടി എനിക്ക് കിട്ടും. അപ്പോൾ 4 ചായപ്പൊടി വാങ്ങിച്ചപ്പോൾ എനിക്ക് 100 രൂപ ഒന്നിൽ അടിച്ചു. ഇത് വായിച്ചപ്പോൾ കിട്ടുന്നതല്ല, ഇത് നമ്മൾക്ക് ഒരു ഡ്രോ നമ്പർ കിട്ടാൻ നമ്പർ വെച്ചിട്ട് നമുക്ക് വിൻ ചെയ്യുന്നതാണ്. അപ്പോൾ വിന്നിങ്സിൽ കയറി കഴിഞ്ഞാൽ 1 മാത്രം വിൻ ചെയ്തിട്ടുണ്ട്. എൻട്രി നോക്കിക്കഴിഞ്ഞാൽ 4 എൻട്രി വന്നിട്ടുണ്ട്. വിഡ്രോവൽ റിക്വസ്റ്റ് വേണം നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാം. ഞാൻ വിഡ്രോവൽ എന്തായാലും കൊടുക്കുന്നില്ല. ഓൺലൈൻ ഡെപ്പോസിറ്റിലൂടെയാണ് ഞാൻ 80 രൂപ വെച്ച് 2 തവണ ഞാൻ കൊടുത്തത്. അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്തായാലും ഒരു പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടിക്കറ്റ് നമ്പർ എൻട്രി ചെയ്താൽ നമുക്ക് വിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ആ ടിക്കറ്റ് നമ്പർ ഞാൻ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ട ക്രെഡിറ്റ് ആയ ടിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടാവും. ഇതാണ് ആ നമ്പർ. ഈ നമ്പർ നമ്മൾ സിമ്പിളായിട്ട് കോപ്പി ചെയ്തിട്ടോ സ്കാൻ ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വിൻ ചെയ്തു. അപ്പോൾ ഈ വിൻ ചെയ്ത് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. ഞാനിത് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാനിത് കഴിഞ്ഞ ദിവസമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ബോച്ചയുടെ ഒരു കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് 10 ലക്ഷത്തിൻ്റെ കോളായിരിക്കും. ബോച്ചയുടെ ഒരു കോൾ വന്നാൽ 10 ലക്ഷം രൂപയുടെ കോളായിരിക്കും. ഇനി അല്ല, നിങ്ങൾ ഇതിനകത്ത് വെറുതെ ലോഗിൻ ചെയ്ത് നോക്കി. ചിലപ്പോൾ 500 രൂപ, 1000 രൂപ, 10,000 രൂപയൊക്കെ കിട്ടി 1 ലക്ഷം രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ലോട്ടറിയാണ്. വെറുതെ ഒരു ട്രയൽ. ഒരു ചായ എന്തായാലും നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിക്കണം. അതിനേക്കാൾ ഇതിലൂടെ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വലിയ കാര്യമല്ലേ. മാത്രമല്ല ഇതൊരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു സെർട്ടൈൻ ഒരു എമൗണ്ട് ചാരിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരു തുള്ളി ചായ കുടിക്കുന്നവരും ഒരാളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ആ പൈസ കൊണ്ട് സാധിക്കും എന്നാണ് ബോച്ചെ പറയുന്നത്. തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അത് ട്രൈ ചെയ്യുക. എല്ലാ ബിസിനസ്സുകളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് മലയാളികൾ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ബിസിനസ് മോഡൽ പിന്നീട് ഒരു ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബോച്ചയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ട്, അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത്തരത്തിൽ അവരുടെ സ്വന്തം പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ഉണ്ട്, അവർക്കും ഇതുപോലുള്ളൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവർക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നല്ലൊരു മാർക്കറ്റിംഗ് ആശയമാണ് ബോച്ചയുടെ ഇത്. നിങ്ങളുടെ കയ്യിലും സ്വന്തം പ്രോഡക്റ്റ് സർവീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലൊരു സിസ്റ്റം വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ജനങ്ങൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങും. ആർക്കും പൈസ കൊടുക്കണ്ട. ജനങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് പോവുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സെയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ കോപ്പി ചെയ്യാൻ പറ്റും. എത്ര വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ പോലും നമുക്ക് ഇതുപോലുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഈ പറഞ്ഞ അറിവിലൂടെ മാത്രമേ നമുക്ക് കിട്ടൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.